മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിൽ വെച്ച് വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ 3 വർഷമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാനാവാതെ കേരള പോലീസ്. സിവിൽ ഏവിയേഷൻ സുരക്ഷാ നിയമം ലംഘിച്ചതിനുള്ള ഗുരുതര വകുപ്പിട്ട് കേസെടുത്തതാണ് കേരള പോലീസിന് തന്നെ പുലിവാലായത്. മരണത്തിന് കാരണമായേക്കാവുന്ന ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിനുള്ള വകുപ്പും FIRൽ ചേർത്തിരുന്നു. വിമാനം റാഞ്ചൽ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്കിടുന്ന വകുപ്പാണിത്. 2022 ജൂൺ 13 കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ വിമാനത്തിലായിരുന്നു സംഭവം. ഇത്തരം വകുപ്പുകൾ പ്രകാരം പ്രോസിക്യൂഷൻ നടപടി തുടങ്ങണമെങ്കിൽ കേന്ദ്രാനുമതി വേണം. എയർക്രാഫ്റ്റ് നിയമത്തിലെ 2 വകുപ്പും FIRൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് വിമാനത്തിലെ ഉദ്യോഗസ്ഥരുടെ മൊഴികളും സിവിൽ ഏവിയേഷൻ വിഭാഗത്തിൽ നിന്നുള്ള രേഖകളും വേണം. എന്നാൽ ഇതൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ലെന്നാണ് സൂചന. ഇതാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തടസ്സമാകുന്നത്. 2-3 ആഴ്ച യാത്രാവിലക്കു മാത്രമുള്ള നിസ്സാര കുറ്റകൃത്യമായാണ് സംഭവത്തെ സിവിൽ ഏവിയേഷൻ വിഭാഗം പരിഗണിച്ചിട്ടുള്ളത്. വിമാനത്തിൽ ആയുധമോ അതുപോലെയുള്ള വസ്തുക്കളോ എടുത്ത് കയറിയതായോ അതിഗൗരവമായ സുരക്ഷാ പ്രശ്നമോ CISFും പരിഗണിച്ചിട്ടില്ല. FIRലും നിന്നെ വച്ചേക്കില്ലട എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് നേരെ വന്നു എന്ന് മാത്രമാണ് പോലീസും പറയുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കണ്ണൂർ സ്വദേശികൾ ഫർസീൻ മജീദ്, നവീൻ കുമാർ, സുനിത് നാരായണൻ എന്നിവരാണ് 1 മുതൽ 3 വരെ പ്രതികൾ. കേരളത്തിനെ നടുക്കിയ അന്നത്തെ വലിയ ചർച്ചയായിരുന്ന മുഖ്യമന്ത്രി വിമാനത്തിനകത്ത് വധിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കേസ് ഇന്ന് 3 വർഷം എത്തി നിൽക്കുകയാണ്. അതിനകത്ത് 1-ാം പ്രതിയെ ചേർത്തിരിക്കുന്നതാണ് എൻ്റെ പേരിലുണ്ടായ കുറ്റം എന്ന് പറയുന്നത്. പക്ഷേ 3 വർഷം എത്തി നിൽക്കുന്ന ഇന്ന് പോലും ആ കേസിനകത്ത് കേരളത്തിലെ പോലീസ് കോടതിക്ക് മുമ്പിൽ കുറ്റപത്രം ചാർജ് ഷീറ്റ് നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈ കേസ് തെളിയിക്കുവാനോ അതിനകത്തെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനോ കേരളത്തിലെ പോലീസിന് താല്പര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് ഇത് അന്വേഷിച്ചിട്ട് അതിനകത്ത് ഒരു കഴമ്പില്ല എന്ന തരത്തിലേക്ക് ഇതെത്തുമ്പോൾ നമ്മളൊക്കെ 3 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ സാഹചര്യത്തിലാണ് ഇന്നും എത്തി നിൽക്കുന്നത്. ഇതൊക്കെ ഈ നാടിനകത്തെ സമൂഹവും ജനാധിപത്യ വിശ്വാസികളും മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അന്ന് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കി എൻ്റെ വിദ്യാലയം, ഞാൻ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകനാണ്, എൻ്റെ വിദ്യാലയത്തിൻ്റെ മുമ്പിൽ വന്ന് സമരങ്ങൾ നടത്തി എൻ്റെ സ്കൂളിനകത്തെ കുട്ടികളുടെ TC വാങ്ങി പോകാൻ വരെ ശ്രമമുണ്ടായി. അതിനെയൊക്കെ ചെറുത്തു തോൽപ്പിച്ചത് ഈ നാടിനകത്തെ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ജനാധിപത്യ വിശ്വാസികളാണ്. ഗൂഢാലോചനയ്ക്ക് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായിരുന്ന KS ശബരിനാഥിനെ 4-ാം പ്രതിയാക്കി. 2022 ജൂൺ 13 വലിയതുറ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രോസിക്യൂഷൻ അനുമതി നേടി കേന്ദ്ര സർക്കാരിന് പോലീസ് പലതവണ കത്തയച്ചെങ്കിലും മറുപടി ലഭിച്ചില്ലെന്നാണ് സൂചന. അനുമതി ലഭിക്കാൻ സാധ്യത വളരെ കുറവാണെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അല്ലെങ്കിൽ ഈ വകുപ്പുകൾ കുറ്റപത്രത്തിൽ നിന്ന് പിൻവലിക്കണം. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.